ഹായ്, നമസ്കാരം. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. ഇന്നലെ ഈ യൂട്യൂബ് ചാനലിൻ്റെ 1 ഇയർ ആയി. അപ്പോൾ താങ്ക് യു എവ്രി വൺ, എല്ലാവരും സപ്പോർട്ട് ചെയ്തതിനും വീഡിയോ കാണുന്നതിനും സബ്സ്ക്രിപ്ഷൻ എടുത്തതിനും ഒക്കെ ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കോയമ്പത്തൂരാണ് ഉള്ളത്. ദേവുവിൻ്റെ എൻ്റെ മോളുടെ വീട്ടിലാണ്. മോളുടെ മദറിലോ ശരത്തിൻ്റെ അമ്മ ഭയങ്കര സ്പെഷ്യലിസ്റ്റ് ഫുഡ്, എസ്പെഷ്യലി ചിക്കൻ ബിരിയാണി. അപ്പം പുള്ളിക്കാരിയുടെ ബിരിയാണി, പിന്നെ മോള് അച്ചുവിൻ്റെ കോളിഫ്ലവർ ചില്ലി, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട്. ഞാൻ ഇതുവരെ ബിരിയാണിയുടെ ഒന്നും കാണിച്ചില്ല. അപ്പം ബിരിയാണി മമ്മിയുടെ ഭയങ്കര സ്പെഷ്യൽ ബിരിയാണിയാണ്, ഭയങ്കര റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബിരിയാണിയാണ്. നമുക്ക് കാണാമല്ലേ? അപ്പം നമുക്ക് ഈ ബിരിയാണി, ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയ ദം ബിരിയാണിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കണ്ടത് കേട്ടോ. പിന്നെ ഈ 1 കിലോ റൈസ്, ബിരിയാണി റൈസിൽ 1 കിലോ ചിക്കൻ എന്നുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടി, പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ പൊടിച്ചെടുക്കും നന്നായിട്ട്. പൊടിച്ചല്ല, അരച്ചെടുക്കും കേട്ടോ. അരച്ചെടുക്കുവാണ് ചെറുതായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പൂണ്ട്, അതുപോലെ അതായത് വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, സബോള എല്ലാം കൂടെ അരച്ച് സെപ്പറേറ്റ് ഇടും. ചിക്കൻ കഴുകിയിട്ട് അതിനെ പെരട്ടി, അതായത് മസാലയൊക്കെ പെരട്ടി അതിനെ കുറച്ച് നേരം വെച്ചിട്ട് വേവിച്ചെടുക്കും. അതിനെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ ഇതെല്ലാം മല്ലിയില, പുതിന ഇല എല്ലാം ഒരുക്കി വെക്കണം. ബേ ലീഫ് എല്ലാം കരുതി സെപ്പറേറ്റ് വെക്കുക. അപ്പം ഇതെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ കണ്ടോ, ലെമൺ പിഴിഞ്ഞൊഴിക്കും. അപ്പോൾ അതിനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിൽ അച്ചു, അതായത് അശ്വതി, ദേവുവിൻ്റെ നാത്തൂന് ഇതുണ്ടാക്കാൻ കോളിഫ്ലവർ ചില്ലിയും പിന്നെ ചിക്കൻ ചില്ലിയും ഉണ്ടാക്കുന്നുണ്ട്. ഇത് മമ്മി ഇത് ഇടുവാണേ. മമ്മിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ദേവുവിൻ്റെ മദറിലോ ആണേ, സ്മിത. ഭയങ്കര നല്ലൊരു കുക്കാണ്. ഡെലീഷ്യസ് ഫുഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കുക, എസ്പെഷ്യലി എല്ലാ സൺഡേക്കും. അപ്പം ഇതാണ് അരച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഒന്ന് പട്ട, പെരിഞ്ചീരകം എല്ലാം കൂടെ അരച്ചത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് ആദ്യം ഒനിയനൊക്കെ വഴറ്റിയിട്ട് ഇതിപ്പോൾ തക്കാളി ചേർക്കുവാണേ. തക്കാളി ചേർത്തിട്ട് അതാണ് അച്ചുവാണ് ഹെൽപ്പ് ചെയ്യുന്ന മമ്മീനെ. അച്ചു എന്ന് പറഞ്ഞാൽ അശ്വതി, അച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. പിന്നെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് മസാലയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് കുക്ക് ചെയ്ത്, പിന്നെ അതിൽ ആ തക്കാളിയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന അതിൽ നമ്മൾ ഇതിടും. മസാല അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയിട്ടാണ് പുതിനയും മല്ലിയിലയും ചേർക്കുന്നത്. ഇത് എൻ്റെ മോള് ചിക്കൻ ബിരിയാണി കഴിക്കാത്തത് കൊണ്ട് അവൾക്ക് പ്രത്യേകം മഷ്റൂം അച്ചു റെഡിയാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ കോളിഫ്ലവർ ചില്ലി അവൾക്ക്, അല്ലാത്തവർക്ക് ചിക്കൻ ചില്ലിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. അപ്പം കട്ടത്തൈര് ചേർക്കുന്നുണ്ട്, ഒരു 1/2 ഗ്ലാസ് കട്ടത്തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി ഇതിൽ മിക്സ് ചെയ്യും. പിന്നെ ഇട്ടിരുന്ന, അതായത് വേവിച്ച് വെച്ചിരുന്ന ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണല്ലോ എടുക്കുന്നത്, അതുപോലെ അതനുസരിച്ചുള്ള വെള്ളം വെച്ച് മൂടി വെച്ച് വേവിക്കുക. ഇത് വലിയൊരു ചെരുവത്തിലാണ് വേവിച്ചത്. അപ്പോൾ അത് മൂടി വെച്ച് വേവിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ മേളിലുണ്ടല്ലോ മമ്മി ഗ്യാസല്ലേ, അപ്പം ചിരട്ട, ദമ്മിന് വേണ്ടിയിട്ട് ചിരട്ട കത്തിച്ച് വെക്കുക. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് തോന്നിയ, ഒരു പേടിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അതാണ് ഫൈനൽ, എന്താ പറയുക, ഫൈനൽ പിക്ചർ ഓഫ് ദ ചിക്കൻ ബിരിയാണി, ദം ബിരിയാണി. ഇപ്പം ഇത് കോളിഫ്ലവർ ചില്ലി, അതിൻ്റെ കൂടെ ചിക്കൻ ചില്ലി എല്ലാം ഉണ്ടാക്കിട്ടോ. കുറേ വർക്കായിരുന്നു, ജോലിയാണ്. താങ്ക് യു മമ്മി ആൻഡ് അച്ചു ഡിസ്പ്ലേ ചെയ്തതൊക്കെ കേട്ടോ ഇത്. അപ്പോൾ അപ്പോൾ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അതിൻ്റെ കൂടെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തതും പിന്നെ കോളിഫ്ലവർ ചില്ലി എല്ലാം കൂടി. പിന്നെ മഷ്റൂം ബിരിയാണി ഉണ്ട്, കാണിച്ചിരുന്നേ ഉള്ളേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ മോൻ അർജുനും വന്നിട്ടുണ്ടായിരുന്നേ, പറയാൻ വിട്ടുപോയി.